പാർട്ട്ണർ പഴയതുപോലെ സ്നേഹിക്കുന്നില്ല, അടുപ്പം കാണിക്കുന്നില്ല, പണ്ടത്തെ ആ ഒരു പ്രാധാന്യമൊന്നും ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ആ ഒരു വൈബും എക്സൈറ്റ്മെന്റും ഒക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു ഇഷ്യൂ നമുക്ക് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. ഇതിനായി നിങ്ങൾക്ക് ആകെ ആവശ്യം ഒരു ജേർണലും ഒരു പേനയും മാത്രമാണ്. ആൻഡ് ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ടായിരിക്കില്ല, നിങ്ങൾ ഒരേ റൊട്ടീനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പുതുമയൊന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ഒരു എഫേർട്ട്, അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറയില്ലേ, അതൊന്നും ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു വൈബും എക്സൈറ്റ്മെന്റും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. സോ ഇതിനായി നിങ്ങളുടെ കയ്യിലുള്ള ഒരു ജേർണൽ എടുക്കുക. ഇനി വരുന്ന 7 ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള, എസ്പെഷ്യലി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള, നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എസ്പെഷ്യലി പോസിറ്റീവ് ആയിട്ടുള്ളത്, അതായത് ഒരുപാട് ചേഞ്ച്, മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചത്, നിങ്ങൾ എക്സൈറ്റഡ് ആയത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വരവ് കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, നിങ്ങൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സപ്പോർട്ട് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, ഇങ്ങനെയുള്ള സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇല്ലേ. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ 1 by 1 ആയിട്ട് നിങ്ങളുടെ ജേർണലിൽ നിങ്ങൾ എഴുതുക. ഇതൊരു 7 ദിവസം എടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അതായത് ഒറ്റ ദിവസം ഒരേ ഇരിപ്പിലിരുന്ന് എല്ലാ കാര്യങ്ങളും കൂടി എഴുതരുത്. 7 ദിവസം കൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് നോട്ട് ചെയ്യുക. ഇങ്ങനെ തുടർച്ചയായ 7 ദിവസം കൊണ്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇതിന്റെ കൂടെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ കൂടി പ്രാക്ടീസ് ചെയ്യാം. അഫർമേഷൻ ആവശ്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രയോറിറ്റി അഫർമേഷൻ ഒന്ന് വാട്സപ്പ് ചെയ്യുക, നിങ്ങൾക്ക് അത് അയച്ചു തരാം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് 7 ദിവസമാണ്. ആൻഡ് ഈ അഫർമേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് 21 ദിവസമാണ്. സോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ.